ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ജുവാനയുടെ ബർത്ത്ഡേയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവൾക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് രാത്രിയിൽ, അതായത് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടി ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇതുവരെ അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു അവൾക്ക് അറിയത്തില്ല എന്ന്. അപ്പം അതിന് മുന്നേ നമുക്ക് വേണ്ട ഇച്ചിരി കാര്യങ്ങൾ, കേക്ക്, ഡെക്കറേഷൻസ്, ഗിഫ്റ്റൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ പോവാം. സോയാ അങ്ങനെ ഞാൻ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. സാധനമൊക്കെ മേടിച്ച് ഒരു 7 മണിയൊക്കെ ആകുമ്പം തിരിച്ച് വരാനുള്ള രീതിയിൽ. അങ്ങനെ നമ്മളിപ്പം മെട്രോയിൽ കയറി മാർജിനേശ്വരി സ്റ്റേഷനിൽ പോവാം. അവിടെ ഈ മിനിസോ, യോയോസോ അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്നായാലുമൊക്കെ കിട്ടുമോയെന്ന് നമ്മൾ നോക്കാൻ പോവാം. അപ്പം എൻ്റെ കൂടെ ജസ്ലിയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാർജിനേശ്വരിയിലെത്തി. ഇനി നേരെ യോയോസോയിൽ കയറി എന്നായാലും ഗിഫ്റ്റ് മേടിക്കാനായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്നായാലും ഉണ്ടോ എന്നൊക്കെ നോക്കി സെലക്ഷൻ തുടങ്ങാം. ഇവിടെ കുറേ നേരം നിന്ന് തപ്പിയെങ്കിലും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ മിനിസോയിലേക്ക് വിട്ടു. ഇവിടെ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഗിഫ്റ്റൊക്കെ കിട്ടി. അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ നമ്മുടെ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ശരിക്കും ഒരു യൂറോപ്യൻ ബിൽഡിങ്സൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഇനി കേക്ക് മേടിക്കാനായിട്ട് ഇവിടെ വന്നു. നമ്മുടെ ക്ലാസ്സിൽ ആർക്ക് ബർത്ത്ഡേ വന്നാലും ഡോൾസി വീറ്റിൽ നിന്നാണ് കേക്ക് മേടിക്കുന്നത്. കേക്കൊക്കെ മേടിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പം രാത്രിയായി. പിന്നെ ഡെക്കറേഷന് വേണ്ട അത്യാവശ്യം ഐറ്റംസൊക്കെ മേടിച്ച് നമ്മൾ ഷോപ്പിംഗ് വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ അതും കഴിഞ്ഞിറങ്ങിയപ്പം രാത്രിയായി. ഇനി നമുക്ക് വീട്ടിൽ പോകാം. സോ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് ആ ഡെക്കറേഷൻ കട കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം കയ്യിൽ ഫുള്ള് സാധനങ്ങളായിരുന്നു. അപ്പം ഡയറക്റ്റ് വീട്ടിലേക്ക് വന്ന് ഇനി നമ്മൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. അതിനു മുന്നേ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ പയ്യെ ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആദ്യമേ ബലൂൺസ് വീർപ്പിക്കാൻ തുടങ്ങി. ഇത് ആക്ച്വലി ഒരു മെനക്കെട്ട പരിപാടിയാണ്. കാരണം ഇത്രയും ബലൂൺസ് ഒത്തിരിയൊന്നും മേടിച്ചില്ല, പക്ഷെ ഉള്ള ബലൂൺസ് തന്നെ വീർപ്പിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ പറയാം എത്രയും സൈസ് മതിയോ അത് മതിയോ എന്നൊക്കെ. അപ്പോൾ അടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും പോയി നോക്കുമെന്നാണ് ഞാൻ ജസ്ലിയോട് പറഞ്ഞത്. അങ്ങനെ ആ പരിപാടികൾ തുടങ്ങി. അപ്പം ജസ്ലി പറയായിരുന്നു അവൾക്ക് ബലൂൺ കെട്ടാൻ അറിയാമേലെന്ന്. അങ്ങനെ ഞാൻ അവളെ ബലൂണൊക്കെ കെട്ടാനായിട്ട് പഠിപ്പിച്ച് പിന്നെ അവൾ തന്നെ കെട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടൊരു വെള്ള ബലൂൺ ഊതാൻ തുടങ്ങി. എൻ്റെ പൊന്നോ, ശരിക്കും ആ ബലൂണിൽ ഞാൻ മടുത്തുപോയി. അത് ഒത്തിരി പാടായിരുന്നു. പിന്നെ അത് കെട്ടാൻ അതിനേക്കാളും പാടായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. ആ ഒരു ബലൂൺ കൊണ്ട് ഞാൻ കുറേ നേരം ഇരുന്നു. അവസാനം എനിക്ക് മടുത്തു. അപ്പം ഞാൻ ജസ്ലിയുടെ തന്നെ കൊടുത്തു. എന്നിട്ട് അവൾ എനിക്ക് തോന്നുന്നു നമിതയുടെ അടുക്ക പോയി അത് സെറ്റാക്കി കിട്ടിയൊക്കെ കൊണ്ടുവന്നു തിരിച്ച്. അങ്ങനെ ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടന്നു. ഈ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഈ തൂക്കിയിടത്തില്ലേ, അത് സെറ്റാക്കാനായിട്ട് കടന്നു.
അത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പറയുമായിരുന്നു, അവസാനം ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണരാമനിലെ പോലെ മെൽക്കവ് ആയി പോകരുതെന്ന്. അങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ബ്രേക്ക് എടുത്തേക്കാന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇച്ചിരി നേരം സംസാരിച്ച്, പിന്നെ ജുവാനെ എന്ത് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരും, അവൾക്ക് ഡൗട്ട് അടിക്കുകയോ ഇല്ലയോ, അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. പിന്നെ എന്തൊക്കെ ഇനി ഡെക്കറേഷൻസ് ബാക്കിയുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് സംസാരിച്ചിരിക്കും. സത്യത്തിൽ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചു എന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ 22 എന്ന് എഴുതിയ ആ ബലൂണിൽ എങ്ങനെയായിരിക്കും അവർ വീർപ്പിച്ചിട്ടുണ്ടാവുക, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ, അതൊക്കെയായി ഡിസ്കഷൻസ്. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ ടോപ്പിക്സ് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്കിതൊന്നും ഡിലീറ്റ് ചെയ്യാനും തോന്നിയില്ല, ഇവിടെ കിടക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ പരിപാടി, ഈ ഹാപ്പി ബർത്ത്ഡേ ഒട്ടിക്കുന്ന എവിടെയാണെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് നമിതയും ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, അവൾ എവിടെയായിരിക്കും ഇരിക്കുക, അവൾ സെൻറ്ററിലിരുന്നാൽ ഇത് നേരെ കാണണം, എന്നാലേ ഫോട്ടോ എടുക്കുമ്പം ഒരു രസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളത് ഒട്ടിച്ചു. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. ആൻഡ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം രാത്രിയായി. ഇനി നമ്മൾ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഡെക്കറേഷൻസ് ആണെങ്കിലും നമ്മൾ ഭയങ്കര മിനിമലായിട്ടാണ് വെച്ചത്. അങ്ങനെ എല്ലാവരും എത്തി. ആൻഡ് ഫൈനലി നമ്മുടെ ബർത്ത്ഡേ കേളും എത്തി.
നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആൻഡ് എല്ലാവരും ഇങ്ങനെ കൂടിയപ്പം ഒരു രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വെളിയിൽ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ കലാപരിപാടികൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഞങ്ങൾ ഈ പാർക്കിൽ ഒരു സ്ലൈഡ് കണ്ടപ്പം എല്ലാവരും കൂടെ ഓടിച്ചാടി കയറി. കോളേജിൽ പഠിക്കുവാണെങ്കിലും പിഞ്ച് മനസ്സാണ് ഞങ്ങളുടെ. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും ഇങ്ങനെ ഒരു ഗ്യാതറിങ് ചെയ്തിട്ട്, ആൻഡ് ഇറ്റ് വാസ് എ ഹാപ്പി ഇവൻറ്റ് ആക്ച്വലി. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എടുത്ത് നോക്കാമല്ലോ. ആരും എടുത്ത് നോക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ജുവാനെങ്കിലും എടുത്ത് നോക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും നമുക്കിതൊക്കെ ഒരു മെമ്മറിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗും കൂടെ എടുത്തേക്കാമെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്. If you like this video, do subscribe, and till the next video we meet, take care and bye bye.